ഇത്രയും നാളും നമസ്കരിച്ചിട്ടും ഇത്രയും നാളും പള്ളിയിൽ പോയിട്ടും, ഞാൻ അതൊന്നും നിർത്തണം എന്നല്ല കേട്ടോ പറഞ്ഞത്, ഇത്രയും നാളും അമ്പലങ്ങളിൽ പോയിട്ടും ഇത്രയും നാളും നിങ്ങൾ പല പല സ്ഥലങ്ങളിൽ പോയിട്ടും നിങ്ങൾ തേടി നടന്ന ആ സാധനം നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, എത്രയോ നമസ്കാരങ്ങൾ നിങ്ങൾ നമസ്കരിച്ചു, എത്രയോ പള്ളികളിൽ പോയി, എത്രയോ അമ്പലങ്ങളിൽ പോയി, നിങ്ങൾ ചോദിച്ചു, എല്ലാം ചോദിച്ചു. ഞാൻ അതിനൊന്നിനും തള്ളി പറയുന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് അവിടെ ഒക്കെ പോവാം, നിങ്ങൾ അത് അതൊന്നും മാറ്റണം എന്നല്ല പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചത് അതായിരുന്നോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? നിങ്ങൾ പ്രതീക്ഷിച്ചതെല്ലാം കിട്ടണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? നിങ്ങളുടെ ഉള്ളിലെ തേട്ടത്തിനുള്ള ഉത്തരമല്ലായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലും മസ്ജിദിലും ഒക്കെ പോയി നിങ്ങൾ ചോദിച്ചത്, എന്റെ വിഷമങ്ങൾ മാറ്റണേ, എന്റെ സങ്കടങ്ങൾ മാറ്റണേ, എനിക്ക് പൈസ തന്നെ, എന്റെ മക്കൾക്ക് പൈസ ഓർണേ, എന്റെ മക്കൾക്ക് ജോലി കൊടുക്കണേ, എനിക്ക് എന്റെ മക്കളെ നന്നായിട്ട് ഇതൊക്കെയല്ലേ നിങ്ങൾ ചോദിച്ചത്? ഇത് മാത്രം തരാനാണോ ദൈവം ഇരിക്കുന്നത്? നിങ്ങൾ ആ ദൈവത്തിലായിട്ട് ഒരിക്കലെങ്കിലും കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ലല്ലോ. നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. എല്ലാം വിടുക, എല്ലാം എല്ലാം കംപ്ലീറ്റ്ലി അടിയറവ് പറയുക, കംപ്ലീറ്റ്ലി അടിയറവ് പറയാ. ആരുടെ മുമ്പിൽ? നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ച ശക്തിക്ക് മുന്നിൽ, ബ്രഹ്മത്തിന് മുന്നിൽ, അള്ളാഹുവിന് മുന്നിൽ, യഹോവയ്ക്ക് മുന്നിൽ, ഏറ്റവും സുപ്രീം പവർ എന്ന് പറയുന്ന ആ ഈശ്വരന് മുന്നിൽ എല്ലാ ചിന്തകളും വിട്ടൊഴിഞ്ഞ് ഒരു 5 നിമിഷം നിങ്ങൾ ഇരിക്കുക ഇന്ന്.